أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله العظيم القدرة والشان، شديد البطش والبرهان، وحافظ الدين والقرآن. أشهد أن حبيبنا محمد صلى الله عليه وسلم رسول الله، سيد الأولين والآخرين، وخاتم الأنبياء والمرسلين، وحبيب رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി കാലമിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് കാലം. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ ഒരു സൂറത്തായിട്ടാണ് സൂറത്തുൽ അസ്റിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രവാചകന്റെ സ്വഹാബാക്കൾ പരസ്പരം രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാള് മറ്റൊരാൾക്ക് പരസ്പരം സലാം പറഞ്ഞ് അവർ ഈ ഒരു സൂറത്ത് ഓതി കേൾപ്പിക്കാതെ പിരിഞ്ഞു പോകാറില്ലെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഈ സൂറത്തല്ലാതെ ഖുർആനിൽ മറ്റൊന്നും
ജനങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ഒരാൾക്ക് മുസ്ലിമായി ശരിക്കൊരു മുസ്ലിമായി കൊണ്ട് ലോകത്ത് ജീവിക്കാൻ ഈ സൂറത്തു തന്നെ മതി, വേറെ ഒരു സൂറത്തില്ലെങ്കിലും. ഈ കാലം സാക്ഷിയാകാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ചരിത്രങ്ങളോ ലോകത്തില്ല. എന്താണ് കാലം എന്ന് പറഞ്ഞാൽ? അത് അല്ലദീ ഹുവൽ ലൈലു വന്നഹാർ. കാലമെന്ന് പറയുന്നത് അത് രാത്രിയും പകലുമാണ്. മുഹില്ല അഫ്ആലുൽ ഇബാദി വഅഅമാലിഹിം. അതായത് അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദിയാണ്, മുഹില്ലാണ് കാലമെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ കാലത്ത് അല്ലാഹു തആല ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റത്തുൻ ലിഉലിൽ അബ്സ്വാർ. അല്ലാഹു രാവും പകലും ഇങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സ്വാർ. കാഴ്ചയുള്ളവർക്ക് അതിലതാ ചിന്താ വിഷയമുണ്ട്. നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അതിൽ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് അല്ലാഹു രാത്രിയും പകലും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വഹുവല്ലദീ അവനാണ് ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. രാവും പകലും മാറ്റിക്കൊണ്ടിരിക്കുന്നവനാണ് ആര്? അല്ലാഹു. എന്തിനാ? ഇന്ന ഫീ ദാലിക ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആയത്തുകൾ പ്രിയമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ കാണാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയമായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയും രാവും പകലും ഇങ്ങനെ വ്യത്യാസപ്പെടുന്നതും മാറി മാറിക്കൊണ്ടിരിക്കുന്നതും അതാ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കാലങ്ങളിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചൂടുകാലം, തണുപ്പ് കാലം, മഴക്കാലം, ഇതൊക്കെ കാലത്തിലെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ ശൈത്യകാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ആ ഒരു നിലക്കാണ് ഈ വിഷയം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നത്. ചെന്ന് നോക്കുമ്പോൾ തണുപ്പൊന്നുമില്ല. പക്ഷേ ഇതൊരു തണുപ്പ് കാലമാണ് എന്നുള്ള നിലയ്ക്കൊരു വിശ്വാസി അതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ശിതാഉ റബീഉൽ മുഅ്മിൻ ആണ്. ശൈത്യകാലം അത് വിശ്വാസികൾക്ക് വളരെ സന്തോഷിക്കാനുള്ള കാലമാണ്. അത് വിശ്വാസികൾക്ക് വസന്തകാലമാണ്. എന്തുകൊണ്ടാണ് ശൈത്യകാലം വരുമ്പോൾ വിശ്വാസികൾ സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ്? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാ, മർഹബൻ ബിശ്ശിതാഅ്, ശൈത്യകാലത്തിന് സ്വാഗതം, മംഗളം. ഫീഹി തൻസിലുർ റഹ്മ, ഇത് അല്ലാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന സമയമാണത്. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണിത്, ഈ ശൈത്യകാലം. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാരണം എന്താ അറിയോ? അമാ ലൈലുഹു ഫതവീലുൻ ലിൽഖായിം, അതിനതാ രാവ് കൂടുതലാണ്, രാത്രി കൂടുതലാണ്. വഅമ്മാ നഹാറുഹു ഫഖസീറുൻ ലിസ്വായിമി, രാത്രി കുറവേക്കാരം. അപ്പോൾ രാവ് കൂടുതലാണ്, രാത്രി കൂടുതലാണ്. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രാത്രി നിസ്കരിക്കാൻ പറ്റും. ഒരാൾക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങും ചെയ്യാം. ഉറങ്ങി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ പറ്റിയ രാത്രിയാണേത്? ഈ തണുപ്പുള്ള രാത്രി. നിങ്ങൾക്കറിയാലേ, നമുക്ക് നോക്കി, തണുപ്പുള്ള രാത്രികളിൽ രാത്രി കൂടുതലും പകൽ കുറവായിരിക്കും ശൈത്യകാലത്ത്.
അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് ഖിയാമുൽ ലൈൽ തഹജ്ജുദൊക്കെ നിസ്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. പകല് കുറവാണ്, ശൈത്യകാലത്തിന് പകല് കുറവായിരിക്കും. അപ്പം എന്ത് ചെയ്യും, ഒരാൾക്ക് നോമ്പെടുക്കാൻ പറ്റിയ സമയമാണ്. വളരെ കുറഞ്ഞ സമയം പകലുണ്ടാവുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് നോമ്പെടുക്കാനും പറ്റും. അതുകൊണ്ട് അത് വിശ്വാസികൾക്ക് വസന്തകാലമാണ്, അത് നല്ല സന്തോഷിക്കാനുള്ള കാലമാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അശ്ശിതാഉ ഗനീമത്തുൽ ആബിദീൻ. ശൈത്യകാലം അത് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ സുവർണകാലാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല സുവർണകാലമാണേത്, ഈ ശൈത്യകാലം. നമുക്ക് ഏറ്റവും ഇബാദത്ത് ചെയ്യാൻ മടിയുള്ള കാലം ഏതാ? ശൈത്യകാലക്കാലം. നല്ല തണുപ്പുള്ള സമയത്ത് സുബഹിക്ക് എണീക്കാൻ നമുക്ക് പ്രശ്നമാണ്, മടിയാണ്. അതേ തണുപ്പുള്ള രാത്രിയിൽ മറ്റ് ദുനിയാവിൻ്റെ ഏത് ഷോലുകൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങും. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ മഞ്ചേരിയിൽ നല്ല ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. സുബൈക്ക് പള്ളിയിൽ വരാത്ത ആളുകൾ വരെ ഇന്നലെ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് രാത്രി 1 മണി 2 മണി ഒന്നും തണുപ്പുള്ള സമയത്തൊന്നും ഒരു പ്രശ്നമില്ല. ഇബാദത്തുകൾക്ക് ആളുകൾക്ക് ആ സമയത്ത് ഭയങ്കര പ്രശ്നം. എന്നാൽ മറ്റു ദുനിയാവിൻ്റെ നോക്കണ്ടേ, ഒരു വേൾഡ് കപ്പ് ഫുട്ബോളോ ഒരു ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്നത് മിക്കതും ഈ ശൈത്യകാലത്തേക്കാണ്. ആളുകൾ 2 മണിക്കും 3 മണിക്കൊക്കെ എണീറ്റ് കളി കാണാൻ പോകുന്ന ആളുകളുണ്ട് അല്ലേ, വീട്ടിലിരുന്ന് കാണാതെ ആസ്വദിക്കുന്ന ആളുകളുണ്ട് ടി വിയിൽ. ആ ആളുകൾക്ക് സുബഹിൻ്റെ ജമാഅത്തിന് എണീക്കാനും സുബഹി നിസ്കരിക്കാനും സമയം ഉണ്ടാവില്ല. ഇത് പ്രിയമുള്ളവരെ നിഫാക്കിൻ്റെ അടയാളമാണ്, ഇത് മുനാഫിക്കിൻ്റെ അടയാളമാണ്. നോക്കി, പൂർവികരായിട്ടുള്ള ആളുകൾ തണുപ്പ് കാലം എന്നുള്ളത് ഇബാദത്തിന് ഏറ്റവും അനുയോജ്യമായി കണ്ട കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാത്രി എന്ത് ചെയ്യും, രാത്രി സുദീർഘമാണ്, പകല് കുറവാണെന്നുള്ളതാണ്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, നിഅമു സമാനുൽ മുഅ്മിനി അശ്ശിത്ത. ശൈത്യം വിശ്വാസികൾക്ക് വസന്താണ്. കാരണം അദ്ദേഹം അതിന് പറഞ്ഞ കാരണം ഇതേ കാരണമാണ്. രാത്രിയിൽ ദീർഘമായി നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, രാവിലെ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൽക്കർമ്മങ്ങളുടെ വിളവെടുപ്പിനുള്ള കാലമാണിത്, ഈ ശൈത്യകാലം. അതുകൊണ്ട് ആരാധനകളെ കൊണ്ട് തന്നെയാക്കുക. ഒന്ന് പ്രിയമുള്ളവരെ, നോമ്പ് എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ ഗനീമത്തിൽ ബാരിദ. യുദ്ധമില്ലാതെ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാണ്. ഗനീമത്ത് സ്വത്ത് നമുക്കറിയാം അല്ലെ, യുദ്ധത്തിൽ ശത്രുക്കളെ വിട്ടേച്ച് പോകുന്ന സാധനങ്ങൾ, വാട് അതേപോലെയുള്ള സാധനങ്ങൾക്കാണ് ഗനീമത്ത് എന്നറിയാം. ആ സ്വത്ത് അല്ലേ, അത് യുദ്ധം ചെയ്യാതെ കിട്ടുക, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, മാതായ അബാ ഹുറൈറ, അബൂ ഹുറൈറ അതെന്താണ് യുദ്ധമില്ലാതെ കിട്ടുന്ന ഗനീമത്ത് സ്വത്ത് എന്താ? അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സൗമു ഫിശ്ശിത്ത. തണുപ്പ് കാലത്തുള്ള നോമ്പുണ്ടല്ലോ, തണുപ്പ് കാലത്ത് ഒരാൾ എടുക്കുന്ന നോമ്പ് അത് യുദ്ധമില്ലാതെ ഒരാൾക്ക് ഗനീമത്ത് സ്വത്ത് കിട്ടുന്നത് പോലെയാണ്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകളൊക്കെ സാധിക്കുന്നത്ര നോൽക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. നിർബന്ധമായ നോമ്പുകൾ, കഴിഞ്ഞ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് നോമ്പ് നോറ്റുകൂട്ടാൻ പറ്റിയ അവസരമാണ്. ഒരു നോമ്പ് നോറ്റാലുള്ള കൂല്യത്തിനാണ് അല്ലെ. ഒരു നോമ്പെടുത്താൽ മൻ സോമ യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അവന്റെ മുഖത്തെ അള്ളാഹു 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹ് കയറ്റുന്ന ഒരൊറ്റ നോമ്പിന്. പ്രിയമുള്ളവരെ, സുന്നത്ത് നോമ്പുകളൊക്കെ അധികരിപ്പിക്കാൻ പറ്റിയ സമയമാണ്. മറ്റു സമയത്ത് നോമ്പെടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ശൈത്യകാലത്ത് നോമ്പിനുണ്ട്. അതേപോലെയാണ് ചൂട് കാലത്തുള്ള നോമ്പും. മറ്റുള്ള സമയങ്ങളിൽ എടുക്കുന്ന നോമ്പിനേക്കാൾ പ്രതിഫലം അതിശക്തമായ ചൂടുള്ള സമയത്ത് ഒരാൾ എടുക്കുന്ന നോമ്പിനുണ്ട്. ആ ഒരു പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇടപെടുക. രണ്ടാമത്തത് പ്രിയമുള്ളവരെ, രാത്രി നിസ്കാരമാണ്.
രാത്രി സുദീർഘമാണല്ലോ ഈ സമയം. ഉറങ്ങാനും ഒരാൾക്ക് ഉറങ്ങാനും എഴുന്നേറ്റ് നിസ്കരിക്കാനും ഇഷ്ടം പോലെ സമയം കിട്ടുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ ആ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം നമുക്കറിയാം. നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ? അത് രാത്രി നിസ്കാരമാണ്. രാത്രി നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഉപേക്ഷ വരുത്താതെ കൊണ്ടു നടന്ന നിസ്കാരം. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പ്രവാചകൻ യാത്രയിൽ ഒഴിവാക്കാറില്ല. അതേപോലെ പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്ന നിസ്കാരമാണിത്. യാത്രയിൽ പോലും നിർവഹിച്ച നിസ്കാരം രാത്രി നിസ്കാരം. പത്ര പ്രതിഫലമാണ്. അപ്പോൾ ഈ ഒരു സമയത്തത് നിർവഹിക്കുമ്പോൾ അതിന് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നർത്ഥം. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകനാണ്. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ചോദിക്കണം, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം? പ്രവാചകന്റെ കാലിൽ പ്രിയമുള്ളവരെ നീര് വന്നു എന്നാണ്. സുദീർഘമായി നിന്ന് നിസ്കരിച്ചിട്ട് പ്രവാചകന്റെ കാലിൽ നീര് വന്നിട്ടുണ്ട്. ആ നീര് കണ്ട്, ആ പ്രയാസം കണ്ടിട്ട് ആയിഷ ബീവി ചോദിക്കണം, നബിയെ എന്തിനാ അങ്ങനെ പ്രയാസപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി എന്താ അറിയോ? അഫല അകൂന അബ്ദൻ ശക്കൂറ. ആയിഷ, എൻ്റെ റബ്ബെനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നൊരു അടിമയായിട്ട് എനിക്ക് മാറണ്ടേന്ന്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്ന ഒരു അടിമയായി എനിക്ക് മാറണ്ടേ ആയിഷ എന്നാണ്. പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര ഗൗരവത്തോടുകൂടി ആ ഒരു നിസ്കാരത്തെ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മളതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകമായിട്ട് ആ ഒരു ശ്രദ്ധ നമ്മിലുണ്ടാവണം. മൂന്നാമത്തത് പ്രിയമുള്ളവരെ, ശൈത്യകാലത്തുള്ള വുളൂവാണ്. ശൈത്യകാലത്ത് വുളൂ പൂർണ്ണമായിട്ടെടുക്കുന്ന ഹദീസിൽ വന്നത്. കാരണം തൊലികളൊക്കെ ചുരുണ്ടിരിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. നമ്മുടെ മുഖം, നമ്മുടെ കൈകളൊക്കെ ചുരുണ്ടിരിക്കുന്ന സമയമാണ്. തണുപ്പ് കാരണം വുളൂ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ വയർഫഉ ബിഹി അദ്ദറജാത്ത്. ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹ് വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദ് وانتظار الصلاة بعد الصلاة. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കണം, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ. അല്ലാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും വയർഫഉ ബിഹി അദ്ദറജാത്ത്, നിങ്ങളുടെ ദറജ, നിങ്ങളുടെ പദവികൾ അല്ലാഹു ഉയർത്തിത്തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് സ്വഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. എന്താ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുന്ന ഈ കാരണങ്ങൾ എന്താ? ആ അമലുകൾ എന്താണ്? ഒന്ന്, ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ്, വെറുപ്പുള്ള സമയം എന്നാണ്. ഒരാൾക്ക് പ്രയാസമുള്ള വെറുപ്പുളവാക്കുന്ന സമയത്ത് വുദൂ പൂർണ്ണമായിട്ട് ചെയ്യാം. ഏതാണ് ആ സമയം? ശൈത്യകാലമാണ്. തണുപ്പ് കാലത്ത് നമുക്ക് വെള്ളം തൊടാനൊരു പ്രയാസമാണ് അല്ലേ? വുളൂ ഒന്ന് ശരിക്കാണ്ട് പൂർത്തിയാക്കിയിട്ട് എടുക്കാൻ കഴിയൂല. അപ്പം ആ ഒരു സമയത്ത് വുളൂവിനെ പൂർണ്ണമായിട്ട് ചെയ്യുക. അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. അവൻ്റെ ദറജ, അവൻ്റെ പദവി അല്ലാഹു തആല ഉയർത്തുന്നതാണ്. വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, അള്ളാഹിൻ്റെ പള്ളികളിലേക്ക് നടന്നുകൊണ്ട് പോവുക. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് അവൻ്റെ കാലടികൾ വർദ്ധിപ്പിക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തെ കാത്തിക്കുക, വെയിറ്റ് ചെയ്യുക. ളുഹർ കഴിഞ്ഞ് അസറിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ തലയിൽ മന്ത്രമല്ല അല്ലേ? ഇപ്പോഴാണ് ളുഹർ കൊടുത്തത്, അപ്പോഴത്തേന് അസറിൻ്റെ ബാങ്ക് ആയോ എന്നല്ല ചോദിക്കേണ്ടത്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്നവനാകണം വിശ്വാസി.
അവൻ്റെ ദറജ അല്ലാഹു തആല ഉയർത്തും, അവൻ്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ മരണസമയത്ത്, വഫാത്തിൻ്റെ സമയത്ത് മക്കൾക്ക് നൽകിയൊരു വസിയത്തിൽ കാണാൻ തരങ്ങൾ. അദ്ദേഹം തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ അലൈക ബി ഖിസ്വാലിൽ ഈമാൻ, ഖിസ്വാലുൽ ഈമാൻ നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ മക്കളെ എന്നാണ്. യാ ബുനയ്യ എന്നാൽ എൻ്റെ പൊന്നു മോനെ അല്ലേ, മകനെ ഉപദേശിക്കുകയാണ്, അബ്ദുല്ലാനെ ഉപദേശിക്കുകയാണ്, മോനെ നീ ഖിസ്വാലുൽ മുഅ്മിൻ, ഈമാൻ നീ എന്ത് ചെയ്യണം, ഖിസ്വാലുൽ ഈമാൻ നീ മുറുകെ പിടിക്കണം. അപ്പം മകൻ ചോദിക്കാണ് വാപ്പാനോട്, എന്താണ് വാപ്പ ഈ ഖിസ്വാലുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ, എന്താ ഖിസ്വാലുൽ ഈമാൻ? അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താ അറിയോ, ഒന്ന് കടുത്ത വേനലുള്ള സമയമുണ്ട്, നല്ല വെയിലുള്ള സമയം, ആ സമയത്ത് നോമ്പെടുക്കുക. അത് യുദ്ധസമയത്ത് ശത്രുക്കളെ വാളുകൊണ്ട് കൊല്ലുക, അതാണ് രണ്ടാമത്തത്. വഖതുലുൽ അഅദാഇ ബിസ്സൈഫ്. മൂന്നാമത് വസ്വബറു അലാ മുസീബത്തിൻ, നിനക്ക് ബാധിക്കുന്ന വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ നീ ക്ഷമിക്കുക. പിന്നെയോ വഇസ്ബാഗു അൽ വുദൂഇ ഫീ യൗമി ശിതാ, തണുപ്പുള്ള ദിവസത്തിൽ പൂർണ്ണമായി വുദൂ എടുക്കുക. ഇതാണ് ഖിസ്വാലുൽ ഈമാൻ. ഇത് നീ മുറുകെ പിടിക്കണമെന്ന് മരണസമയത്ത് തൻ്റെ മകന് കൊടുക്കുന്ന വസിയത്താണ്. ഇത് ഞാൻ പറഞ്ഞു, വേനൽക്കാലത്ത് ആ നോമ്പിന് എന്തുണ്ട്, ഇരട്ടി കൂലുണ്ട് അല്ലേ. അതേപോലെ തന്നെ പല യുദ്ധത്തിൽ പല മാർഗത്തിലും കൊല്ലാം, പല രൂപത്തിൽ യുദ്ധത്തിൽ കൊല്ലാൻ പറ്റും. വാള് കൊണ്ട് ഒരാളെ നേർക്ക് നേരെ വാള് കൊണ്ട് യുദ്ധം ചെയ്ത് കൊല്ലണത് അതിലേറെ പ്രതിഫലമാണ്. പിന്നെ ക്ഷമ, അതൊരു മുഅ്മിനിനുണ്ടാകേണ്ടത് എപ്പോഴാണ്? ഇന്നമസ്വബറു ഇൻദ സ്വദമത്തിൽ ഊല. പ്രവാചകൻ പറയാണ്ടായ സന്ദർഭമൊക്കെ ഉണ്ട്. ക്ഷമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവസാന ക്ഷമ വയ്ക്കുക. പറയേണ്ടതൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് പറയും, സാറെല്ലാം പൊറുക്കണം തോന്നുന്നു. ക്ഷമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. പിന്നെയോ നാലാമത്തെ ഉപദേശമാണ് എന്ത് ചെയ്യണം, തണുപ്പുള്ള സമയത്ത് നീ വുദൂ പൂർണ്ണമായിട്ട് കൊടുക്കുക. നോക്കണം, ഈ ഉപദേശം കൊടുക്കണത് എപ്പോഴാണ്? അല്ലേ, വഫാത്തിൻ്റെ സന്ദർഭത്തിലാണ്. വഫാത്തിൻ്റെ സന്ദർഭത്തിൽ തൻ്റെ മകനെ ഈ ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കർമ്മങ്ങൾക്ക് എത്ര കൂലുണ്ടെന്നതിൻ്റെ അർത്ഥം. 6 കാര്യങ്ങൾ സിത്തു ഖിസ്വാലിൻ മിനൽ ഖൈരി എന്നാണ്. 6 കാര്യങ്ങൾ നന്മയിൽപ്പെട്ടതാണ്. 6 കാര്യങ്ങൾ. അതിലൊന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് വാളുകൊണ്ട് ജിഹാദ് ചെയ്യുക, വേനൽക്കാലത്ത് നോമ്പ് നോൽക്കുക, വിപത്തുക്കളിൽ ക്ഷമിക്കുക, ന്യായം തൻ്റെ ഭാഗത്തായിട്ടും തർക്കം ഒഴിവാക്കുക. ഞാനും ഒരാളോട് തർക്കിക്കുമ്പോൾ എൻ്റെ അടുത്താണ് ഹക്ക്, എൻ്റെ അടുത്താണ് ന്യായമെന്ന് എനിക്കറിയാം, ഉറപ്പാണ്. പക്ഷെ അയാളോട് തർക്കിച്ചിട്ടൊരു കാര്യമില്ല. അയാളോട് തർക്കിച്ചാൽ അയാൾ എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല, നമുക്കറിയാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് തർക്കം ഒഴിവാക്കിയാൽ അത് നന്മയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പിന്നെ 5-മതായി പറഞ്ഞു, മേഘം മൂടിയ ദിവസം, കാർമേഘം മൂടിയ ദിവസങ്ങളിൽ നമസ്കാരത്തിൽ ധൃതി കാണിക്കുക, നിസ്കരിക്കാൻ ധൃതി കാണിക്കുക. അപ്പോൾ നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ജമ്മ അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ മേഘം മൂടിയ ദിവസം നിസ്കരിക്കാൻ ധൃതി കാണിക്കുക. 6-മത് പറഞ്ഞു, തണുപ്പ് കാലത്ത് വുളു എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുക. എല്ലാ കാലത്തും ഇസ്ലാം അനുവദിക്കപ്പെട്ട ഇളവാണേത്? ഇളവാണ് ഹുഫയിൽ തടവുക എന്നുള്ളത്, കാലുറ, ഷോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തടവുക എന്നുള്ളത്. അതിന് മര്യാദകളുണ്ട്. ആ ഷോക്സ് ധരിക്കുന്നതിൻ്റെ മുമ്പ് വുളു ഉണ്ടാവണം. അങ്ങനെ തന്നെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വരെ ഒരാൾ ഈ വിഷയത്തിൽ സംശയം ചോദിച്ചതാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് അറിയില്ലെന്ത്, വുളു എടുത്തുകാണ്ട് ഷോക്സ് ഇട്ടുകാണ്ട് വരും, വുളു എടുക്കാതെ ഷോക്സ് ഇട്ട് വന്നിട്ട് പിന്നെ വുളു ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ തടവുന്നുണ്ട്. ഒരാൾക്ക് തടവാനുള്ള അനുവാദം എപ്പോഴാണ്? അയാൾ ആ ഷോക്സ് ധരിക്കുന്നതിൻ്റെ മുമ്പ് അയാൾ വുളു ഉള്ളവനായിരിക്കണം.
അങ്ങനെ ഒരാൾ ഷോക്സ് ധരിച്ചു, പിന്നെ അയാൾക്ക് വുളൂ പോയി, ദുഹറിൻ്റെ സമയത്ത് വുളൂ കൊടുക്കുമ്പോൾ എന്ത് മതി? അതിൻ്റെ മുകളിൽ തടവിയാൽ മതി. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, നിങ്ങൾ ഇപ്പം ഷോക്സ് പല മോഡലാണ്. ഇപ്പം കാലിൻ്റെ നെരിയാനൊന്നും അറിയാത്ത ഷോക്സ് ഉണ്ട്. ആ ഭാഗം ഇങ്ങനെ കാലിൻ്റെ വിരലും ആ ബാക്കത്തെ ഭാഗം ഇങ്ങനെ എന്ത് ചെയ്യുള്ളൂ, മറയുള്ളൂ അല്ലേ. അത്തരം ഷോക്സ് ഇട്ടാൽ അവിടെ തടവാൻ അനുവാദമില്ല. ഒരാളെ നെരിയാണി മറയുന്ന പൂർണ്ണമായൊരു ഷോക്സ് ധരിച്ച ഒരാൾക്ക് കുഫയിൽ തടവാനെന്തുള്ളൂ, അനുവാദമുള്ളൂ. ഞാനത് പറഞ്ഞത് ഈ ഒരു സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്, ഈ തണുപ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ആ നിലക്ക് നമ്മൾ കാണുക, നന്മയിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ കൃത്യമായി പാലിച്ച് ജീവിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്യകാലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നല്ല തണുപ്പുള്ള സമയം, ചൂടുകാലത്തും ഇതേ പ്രാർത്ഥന ഉണ്ട്. ഹദീസിലുണ്ട്, നിങ്ങൾ ഇദാ കാന യൗമു ഹാറുൻ, അതിശക്തമായ ചൂടുള്ള ദിവസം, ഖാല റജുൽ, ഒരാൾ പറയണത്, ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദ ഹർറ ഹാദൽ യൗം. ഇന്നെന്തൊരു ചൂടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, ഇന്നെന്തൊരു ചൂടാണ്. അല്ലാഹുമ്മ അജിർനി മിൻ ഹദ്ദി ജഹന്നം, അല്ലാഹുമ്മ അജിർനി മിൻ ഹദ്ദി ജഹന്നം. വളരെ സിമ്പിളായ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല ലി ജഹന്നം, നരകത്തോട് അല്ലാഹു തആല പറയുന്നതാണ്. ഒരാളത് പ്രാർത്ഥിച്ചാൽ നരകത്തോട് അല്ലാഹു തആല പറയും, ഇന്ന അബ്ദൻ മിൻ ഇബാദി ഇസ്തജാറ ബി മിൻ ഹർരിക് ഫഷ്ഹദി അന്നി അജർതുഹു. അപ്പം അല്ലാഹു തആല നരകത്തോട് പറയണം, എൻ്റെ അടിമ നിൻ്റെ ചൂടിൽ നിന്ന് എന്നോട് രക്ഷ ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് നീ സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെയാണ് പ്രിയമുള്ളവരെ, തണുപ്പുള്ള സമയത്ത് ഒരാൾ പറയണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ അശദ്ദ ബർദ ഹാദൽ യൗം. ഒരിക്കലും പ്രിയമുള്ളവരെ കാലത്തെ ചീത്തറിയാൻ പാടില്ല. ഒരാൾക്ക് എന്തൊരു ചൂടാണല്ലേ, എന്തൊരു തണുപ്പാന്നൊക്കെ പറയാം. ചില ആളുകൾ അതിനെ ശപിക്കാറുണ്ട് അല്ലേ, ഒടുക്കത്തെ തണുപ്പ്. പല കോലത്തിലും പല ഭാഷയിലും ആളുകൾ സംസാരിക്കും. ഒരാളെ കാലത്തെ ചീത്ത പറയുക എന്നുള്ളത് ലാ തുസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയാൻ പാടില്ല എന്നല്ല. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, കാലം അതല്ലയാണ്. കാലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അതിനൊരാൾ ചീത്ത അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് തുല്യമായി. അള്ളാഹിനെയാണ് ചീത്ത അറിഞ്ഞത്. അതുകൊണ്ട് ഒരാൾക്ക് എന്തൊരു ചൂട് എന്ന് പറയാം, എന്തൊരു തണുപ്പാണല്ലേ എന്ന് പറയാം. പ്രാർത്ഥിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അല്ലാഹുമ്മ അജിർനി അല്ലാഹുമ്മ അജിർനി മിൻ സംഹരീർ ജഹന്നം. സംഹരീർ നരകത്തിലെ നരകത്തിലെ തണുപ്പുള്ള വീടാണ്. നരകത്തിൽ പ്രിയമുള്ളവരെ തീ കൊണ്ട് മാത്രമല്ല ശിക്ഷ ഉള്ളത്, തീ കൊണ്ട് മാത്രമല്ല നരകത്തിൽ ശിക്ഷ ഉള്ളത്, നരകത്തിൽ തണുപ്പ് കൊണ്ടുള്ള ശിക്ഷ ഉണ്ട്. ദുനിയാവിൽ അതിശക്തമായ തണുപ്പ് വന്നാൽ, കഴിഞ്ഞ ദിവസം തണുപ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു ഇതൊന്നും ഒന്നുമല്ല അല്ലേ, 19 ഡിഗ്രി പറഞ്ഞപ്പോൾ ഒന്നുമല്ല, അതൊക്കെ 10, 8 വരലുണ്ടെന്നാണ്.
അല്ലേ? അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. നരകത്തിൽ അതിശക്തമായ തണുപ്പിൻ്റെ വീട്ടിൽ അള്ളാഹു നരകാവകാശികളെ ഇട്ടുകാണ്ട് ശിക്ഷിക്കുന്നതാണ്. ആ ജംഹരീറിൽ നിന്ന് അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തലാണ് എന്ത് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ അജിർനി മിൻ ജംഹരീരി ജഹന്നം. അള്ളാഹുവെ നരകത്തിലെ ജംഹരീറിൽ നിന്ന് അല്ലേ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. സ്വഹാബാക്കൾ ചോദിക്കണം, അല്ലാഹുവിൻ്റെ റസൂലെ എന്താണ് നരകത്തിൻ്റെ ജംഹരീർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അവിശ്വാസിക്ക് നരകത്തിൽ ലഭിക്കുന്ന ശക്തമായ തണുപ്പുള്ള വീടാണിത് ജംഹരീർ. നരകത്തിൻ്റെ നിശ്വാസമാണിത്. നരകത്തിൻ്റെ നിശ്വാസമാണ് ശക്തമായ തണുപ്പ്. നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു എന്നാണ് ഹദീസിൽ കാണാം. നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, എൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ നശിപ്പിക്കുന്നുണ്ട്. അപ്പം അള്ളാഹു തആല 2 തവണ ശ്വസിക്കാൻ അനുവാദം കൊടുത്തു എന്നാണ് നരകത്തിന്. ശ്വാസം വിടാനുള്ള അനുവാദം അള്ളാഹു നരകത്തിന് കൊടുത്തു. 1 ചൂടുകാലത്തും 2 തണുപ്പ് കാലത്തുമാണ്. ചൂടുകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന അതിശക്തമായ ചൂട് നരകം അതിൻ്റെ ശ്വാസം പുറത്തേക്ക് വിട്ടതാണ്. തണുപ്പ് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന അതിശക്തമായ തണുപ്പ് നരകം അതിൻ്റെ തണുപ്പിനെ പുറത്തേക്ക് വിട്ടതാണ്. അപ്പോൾ ആ ഒരു ബോധ്യം പ്രിയമുള്ളവർ നമുക്കുണ്ടാവണം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രാവർത്തികമാക്കുക. അതോടൊപ്പം പ്രിയമുള്ളവർ തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ കൊണ്ടാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി നമ്മൾ കാണുന്ന വേണം. കാരണം തീ എന്നുള്ളത് അപകടമാണ്. തീ എന്ന് പറയുന്നത് അപകടമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തീയണക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. രാത്രി ഉറങ്ങുമ്പോൾ തീ കെടുത്തിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകന് പറഞ്ഞ കാരണം എന്താ അറിയോ? ഒരു എലി വിചാരിച്ചാൽ മതി. ഹദീസിൽ കാണാം, ഒരു എലി വിചാരിച്ചാൽ മതി നിങ്ങളെ വീട് മൊത്തം കത്തിക്കരിഞ്ഞു പോകാൻ. കാരണം എലിക്ക് എന്താ പറയുക, എലിക്ക് തീക്കട്ട കടിക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ പല്ലുകൊണ്ട് തീക്കട്ട കടിച്ചു കൊണ്ടുവരുന്നത് ഒരു പ്രശ്നമല്ല എലിക്ക് കേട്ടോ. അത് കൊണ്ടുവന്നുകാണ്ട് നമ്മളെ ബെഡിലോ നമ്മുടെ പുതപ്പിലോ ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവസ്ഥ? പ്രവാചകൻ്റെ അധ്യാപനം വെറുതെ അല്ല. ഒരു എലി വിചാരിച്ചാലും അത് നിങ്ങളെ മൊത്തം കരിച്ചു കളയാനാണ്. അതുകൊണ്ട് തീ കൊണ്ടൊക്കെ കളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അറിവ് നേടാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وعدل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.